Politics in the theoretical, on the theoretical phase, it is the greatest art and science. കലയുടെ ശാസ്ത്രത്തിൻ്റെയും സമഞ്ജസമായ സമ്മേളനമാണ് രാഷ്ട്രീയം. യഥാർത്ഥ രാഷ്ട്രീയം അത് ജനങ്ങളെ പറ്റിയുള്ളതാണ്, സമൂഹത്തെ പറ്റിയുള്ളതാണ്, സ്റ്റേറ്റിനെ പറ്റിയുള്ളതാണ്, എല്ലാവരെ പറ്റിയുള്ളതാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തെയാണ് വെറും വില കുറഞ്ഞ വെറും ഇതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് അതാണ് രാഷ്ട്രീയം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഹൈ ലെവലിലേക്ക് വളർത്താൻ പറ്റും. EMS അങ്ങനെ, നെഹ്റു അങ്ങനെയാണ്, EMS അങ്ങനെയാണ്, അതിലെല്ലാത്ത കാര്യം. മോഡി അതല്ലല്ലോ. മോഡിക്ക് അങ്ങനെ ഒരു നോബിൾ ഇത് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്ത ഒട്ടും ഉന്നതമല്ല. പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ്, പക്ഷേ ശക്തനൊക്കെയാണ്. ഇല്ലെന്ന് പറയും, ശക്തിയുള്ളതുകൊണ്ട് ഹിറ്റർ ശക്തനല്ലേ, CP ശക്തനല്ലേ. ആ അടിസ്ഥാനത്തിൽ ഞാൻ ശക്തമായ ഭരണാധികാരിയായിരുന്നു, പക്ഷേ വലതുപക്ഷ ഭരണാധികാരി. പക്ഷേ ഇവിടുത്തെ മൂന്നാം എസ്റ്റേറ്റിനെ കുറച്ച് പേര് പറയുന്നത് അത് ഗംഭീര ഭരണാധികാരിയാണ്, മോഡി സ്തുതിയാണെന്നാണ്. അന്ന് ഉച്ചയ്ക്ക് അവർ പിൻവലിച്ചത് കേട്ടോ. ഞാൻ കറപ്ഷൻ ഇല്ലെന്നല്ല പറഞ്ഞത്. അഴിമതി ആരോപണങ്ങൾ കോൺഗ്രസ് മന്ത്രിമാരെപ്പോൾ ഉയർന്നില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോഡിയുടെ കറപ്ഷൻ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പറ, അല്ലല്ലോ. പണ്ടങ്ങനെയാണോ ബോഫേഴ്സ്, റെയിൽവേ, ഖനി, ഇരുമ്പയിര്, ശവപ്പെട്ടി എന്തെല്ലാം വന്നുകൊണ്ടിരുന്നത്? അത് ഇതിപ്പം നിങ്ങൾ ഇത് പറഞ്ഞു അഴിമതി. ഞാൻ അതിന് പറയുന്നുണ്ട്, അഴിമതി ഉണ്ടാവും. അത് വെളിയിലോട്ട് വരുന്നില്ല, വലുത് പൊട്ടി ഒഴുകുകയാണ് അഴിമതി. ഞാനെല്ലാം കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ മോഡിയോട് ഭയങ്കര വിരോധം, അതാണ് വെച്ചല്ല നോക്കേണ്ടത്. മോഡിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ ആരെങ്കിലും ക്യാമ്പയിൻ നടത്തി ഉണ്ടെങ്കിൽ പറ, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഇല്ലല്ലോ, അങ്ങനത്തെ ക്യാമ്പയിൻ ഇല്ലല്ലോ. ഇപ്പം ഇയാൾ ഓഹരിയുടെ കാര്യം പറഞ്ഞു. ഓഹരിയെക്കാട് 2 ദിവസത്തേക്ക് വില കുറഞ്ഞപ്പോൾ കയറിയ പ്രസ്ഥാനങ്ങൾ. ഓഹരി അതിൻ്റെ 3 ഇരട്ടി വിലയായി. പിന്നെ അയാൾ മിണ്ടിയിട്ടില്ല, ഇപ്പം മിണ്ടുന്നില്ല. അപ്പോൾ ആരോപണം ആരും ഏറ്റുപിടിച്ചില്ല. ശരിയല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞത്. അത് നോക്കി അടിക്കണം, അതൊക്കെ പറ്റത്തില്ല. മറ്റേ ഇതാണ് മറ്റേ ബോണ്ടിൻ്റെ അല്ലേ വന്നത്. ആ സുപ്രീം കോടതി തടഞ്ഞാലും ചർച്ചയില്ല, ഒന്നുമില്ല. ഇതെല്ലാം എടുത്ത് അഴിമതി ഗവൺമെൻറ്റാണ് എന്നൊരു ക്യാമ്പയിൻ ആര് നടത്തി? ഇല്ലെന്നാണ് ഞാൻ കണ്ടില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറയാം. കാരണം അഴിമതി ഇല്ല, നിങ്ങൾ ഏത് റൈറ്റസ്റ്റ് ഗവൺമെൻറ്റിനും അഴിമതി ഉണ്ടാവില്ലേ? അഴിമതി ഉണ്ടല്ലോ, അത് വെളിയിൽ വരുന്നില്ലല്ലോ. പണ്ട് ജ്യോതിർമയി വാസുവൊക്കെ പാർലമെൻറ്റിൽ അഴിമതി കൊണ്ടുവരും അല്ലേ? ഒരു പത്രക്കാരനും പറയണ്ട. CPM ജ്യോതിർമയി വാസു അദ്ദേഹത്തെ പേടിയായിരുന്നു. എല്ലാ ആരോപണങ്ങളും അദ്ദേഹം അതിന് സംവിധാനമുണ്ട് പുള്ളിക്ക്. ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? പറ. അപ്പം നമ്മൾ അങ്ങനെ വലിയ അഴിമതി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അഴിമതി കാണുമല്ലോ, റൈറ്റസ്റ്റ് ഗവൺമെൻറ് അല്ലേ. വലതുപക്ഷത്തിൻ്റെ കൂടെയുള്ളത് അഴിമതി. പക്ഷേ അഴിമതി ഒരു പ്രധാന പ്രശ്നമായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ ഒരു ഭാഗമായി കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. അയാളുടെ നല്ല ടീമുണ്ടായില്ലേ? അത് ഞാൻ പറഞ്ഞു. ഞാൻ 2 പേരുടെ പേരും പറഞ്ഞു. ആര്? ഗഡ്കരിയും സീതാരാമനും. ശരിയല്ലേ? എന്തെങ്കിലും ആരോപണം അവരുടെ പേരിൽ ആരും ഉന്നയിച്ചോ? സീതാരാമൻ എത്ര ഭംഗിയായിട്ട കാര്യങ്ങൾ പറയുന്നത്. BJP ആണ് ആ ഒരു മനസ്സ്. മോഡിക്കൊരു അനുഗ്രഹമല്ലേ? അല്ലേ? മൻമോഹൻ സിംഗ് വലിയ പണ്ഡിതനായിട്ട് നല്ല ഗുണമുണ്ട് ആ ഗവൺമെൻറ് പോയിട്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ജനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം അയാളെടുത്തു, അന്നത്തെ കാര്യം. അപ്പോൾ അവരെ തന്നെ വീണ്ടും കൊണ്ടുവന്നു. ഇതേ ഞാൻ പറഞ്ഞു, ഞാനെല്ലാം സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലല്ലോ, ഒരു വരിയല്ലല്ലോ. അയാളെ വിളിക്കാവുന്ന ഏറ്റവും വലിയ പേരാണ് ജനാധിപത്യ ഏകാധിപത്യം. അതാണ് ഞാൻ വിളിച്ചത്. അഹങ്കാരി. ഒത്തിരി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ കുറേ കൂടെ പറഞ്ഞു. വിഷനില്ലാത്ത ആളാണ്. അതിന് സ്റ്റേറ്റ്മെൻഷിപ്പില്ല. പക്ഷെ പ്രായോഗികമായ അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി വർഗീയതയും കാര്യങ്ങളൊക്കെ ശക്തമായി പറയുന്നു. പിന്നെ മുസ്ലിങ്ങൾക്കത് അയാൾ നടത്തിയ ആക്രമണത്തെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല. തെറ്റായ കാര്യമാണ്. വിലയിരുത്തുന്നില്ല, ഞാനൊന്നും വിലയിരുത്തുന്നില്ല. അദ്ദേഹം പ്രവർത്തിക്കട്ടെ. അത് വിലയിരുത്തേണ്ടത് ഇടതുപക്ഷ മുന്നണിയും നിങ്ങളൊക്കെയാണ്. ഞാൻ അതേപ്പറ്റി പറഞ്ഞ വിവാദമായിരുന്നത്. അദ്ദേഹം പ്രവർത്തിക്കുന്നു, സജീവമായിട്ട് പ്രവർത്തിക്കുകയല്ലേ. സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മിക്കവാറും വരുന്നുണ്ടല്ലോ. എന്തായാലും സജീവമാണല്ലോ. അല്ല, കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ച 500 പാലങ്ങൾ 300 കിടക്കണ്ടേ? അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുറേയൊക്കെ ഉദ്ഘാടനം ചെയ്ത് വരുന്നു. അന്ന് പണിഞ്ഞ റോഡുകളൊക്കെ മിക്കവാറും എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അതൊന്നും പൊളിഞ്ഞിട്ടില്ല.
ഇനിയിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ കുറേയൊക്കെ മാറുമല്ലോ, കാരണം 7 വർഷമൊക്കെ ആയില്ലേ. അതൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആലപ്പുഴ ഈ പാർട്ടിയിലെ ഈ ഉൾത്തർക്കങ്ങൾ നേരത്തെ പറഞ്ഞത് അതിൽ ഒന്നുകൂടി ഒരു ചോദ്യം കൂടി ചോദിക്കാം. അപ്പോൾ ഇതിൽ ഈ ജി സുധാകരൻ എന്ന നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ ഉള്ളൊരു ശ്രമം അതൊരു വെറും ലോക്കൽ കോൺസ്പിറസി ആണോ ഇപ്പോഴോ? അല്ല, ഉണ്ടായിരുന്നത് അതൊരു ലോക്കൽ കോൺസ്പിറസി? അതൊന്നും എനിക്കറിയില്ല. അതൊരു കോൺസ്പിറസി ഇവിടെ ഉണ്ടായി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല. ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത്, കഴിഞ്ഞ ഇലക്ഷൻ മീൻസ് ഒന്നാം പിണറായി ഗവൺമെൻറ് കഴിഞ്ഞ സമയത്ത് അങ്ങും കൂടെ ഉണ്ടായിരുന്ന ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൽ വീണ്ടും ഒരു നേരത്തെ ഞാൻ ഈ പറഞ്ഞ വനിതാ മുഖ്യമന്ത്രി എന്നൊരു ചർച്ച വരികയും എനിക്കറിയില്ല, ഞങ്ങളുടെ പേരൊന്നും വന്നില്ല. ഈ കെ ശൈലജയുടെ പേര് പത്രത്തിൽ വന്നതാണ്, പാർട്ടിയുടെ ഒന്നും. ഞാൻ എൻ്റെ ചോദ്യം, അന്ന് കെ ശൈലജയുടെ പേര് വല്ലാതെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇല്ല, പാർട്ടിക്കകത്തല്ല. പാർട്ടിക്കകത്ത് യാതൊരു ചർച്ച നടന്നിട്ടില്ല, ഞാനുള്ളപ്പോഴും നടന്നിട്ടില്ല. അതൊക്കെ മാധ്യമങ്ങൾ ഉയർത്തിവിടുന്നതാണ്. അത് ഞാൻ പലയിടത്തും പറഞ്ഞു കഴിയും, വേറെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. ആലപ്പുഴയിൽ അങ്ങയെപ്പോലെ തന്നെ വന്ന പിണറായി വിജയൻ എപ്പോഴുള്ള ഒരാളിവിടെ ഉള്ളപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന ഏത് കൊച്ചു കുഞ്ഞിനും അറിഞ്ഞുകൊണ്ട് വേറൊരു ചർച്ചയ്ക്ക് എന്താ പ്രസക്തി? പക്ഷെ ഒരു രണ്ടാം നിര വേണ്ടേ സാർ? രണ്ടാം നിര ഉണ്ടല്ലോ, രണ്ടാം നിര ഉണ്ടല്ലോ. ഉചിതമായ സമയത്തായിരിക്കും അത് ഉണ്ടല്ലോ ഇവിടെ, അതെല്ലാം ഉണ്ട്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. തിയററ്റിക്കലായിട്ടുള്ള നോളജൊക്കെ വളരെ പ്രധാനം, അതാവശ്യമാണ് ഇടതുപക്ഷത്തെ നയിക്കുമ്പോൾ. പിന്നെ പ്രായോഗികമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നുള്ള അനുഭവം കൊണ്ട് പ്രധാന കാര്യം. അത് പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹം പരീക്ഷണങ്ങൾ കടന്നു വന്ന രാഷ്ട്രീയമായ നല്ല ഇതല്ലേ അല്ലേ, അതാണ് കാര്യമില്ല. ഞാനതിപ്പോൾ ചോദിക്കുന്നത് വെച്ചാൽ ഈ കുറേയേറെ കറപ്ഷൻ അലിഗേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഒന്നിനും എവിടെയും തെളിവുമില്ല, ഒന്നും ആരും എങ്ങും പ്രൊസീഡ് ചെയ്തില്ലല്ലോ. ലഹേജന പറയുന്നു പോകുന്നു, രാഹുൽ ഗാന്ധി പറയുന്ന പോലെ അവിടെ കുറേ ആരോപണം പറയും, പുള്ളി പിന്നെ 6 മാസം കാണത്തില്ല, ഒന്നും തന്നെ പറയാൻ പോകത്തില്ല. അപ്പോൾ അതൊന്നുമില്ല. കറപ്ഷൻ അലിഗേഷൻ ഇങ്ങനെ പലതും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. പിണറായി വിജയന് പാർട്ടിയൊന്നും പ്രതിരോധത്തില്ലാതായിട്ട് കണ്ടില്ല, എല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. PGM പോലെ സാമൂഹിക രാഷ്ട്രീയ ഡെവലപ്മെൻറ്റുകൾ വ്യാഖ്യാനിച്ച് പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമായിട്ട് പറയുന്ന ഒരു നേതാവിൻ്റെ അഭാവം ഇപ്പോൾ പാർട്ടി ഒരു ഐഡിയോളജിക്കൽ ഇറോഷൻ. അതാണല്ലോ ഇന്നലെ ഗോവിന്ദനും പറഞ്ഞത്. തിയററ്റിക്കലായി പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അറിവ് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് എല്ലാവരെയും ബാധിക്കുന്നതല്ലേ, അത് തിരുത്തണമെന്നാണ് പറഞ്ഞത്, അത് പഠിപ്പിക്കണം. അതുപോലെ നേതാവിൻ്റെ നേതാവെന്ന് പറഞ്ഞാൽ ഇന്നല്ലേ വളർന്നു വരണ്ടേ, അല്ല ഇതെല്ലാം കൂടി ഇങ്ങനെ കുത്തി നിറച്ചൊരു നേതാവ് വരുമോ? അങ്ങനെയുള്ളവർ യങ്ങർ ജനറേഷനിൽ വരുമ്പോഴാണ് അതിൽ നിന്ന് സമർത്ഥന്മാർ വരുന്നത്. അതിൽ കുറവുണ്ട്, ആളുണ്ട്, പക്ഷേ ഇങ്ങനൊരു കുറവുണ്ട്. അത് പരിഹരിക്കാനാണല്ലോ പ്രസ്ഥാനം, പരിഹരിക്കുമല്ലോ. സെക്രട്ടറി തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനിന്ന് വായിച്ചു. പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ഈ ഐഡിയോളജിക്കൽ ബേസ് കുറവാണെന്നുള്ളത് അങ്ങനെ പൊതുവിമർശനമുണ്ട്. അത് പഠിക്കണം, അവർ പഠിക്കണം, സ്വയം പഠിക്കണം, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കണം. രണ്ടും പ്രധാനമല്ലേ, വലിയ പ്രധാനം. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഞങ്ങളുടെ സഭയൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ പുസ്തകമെല്ലാം വായിക്കുകയല്ലേ, പുസ്തകം ആർത്തിയോടുകൂടി തിരഞ്ഞെടുക്കുക, പുസ്തകം എല്ലാം പോയി വാങ്ങിക്കുക. എല്ലാ ക്ലാസ്സിനും പോകും, പാർട്ടി ക്ലാസ് ഉള്ളിടത്തെല്ലാം പോകും. അത് സംസാരിക്കും, ചർച്ചകളിൽ പറയും. അതാണ് ജീവിതം. വേറൊന്നിനെപ്പറ്റി ആലോചിച്ചില്ല. മന്ത്രിയാവുമെന്നല്ല ഞാനങ്ങനെ ആലോചിച്ചോ? എന്നെപ്പോലുള്ളൊരു മന്ത്രിയാക്കിയല്ലേ പാർട്ടി? പറ, അവർ കണ്ടുപിടിച്ചാക്കിയല്ലേ, ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടല്ലോ. അല്ല, 2 തവണ ആക്കിയില്ലേ? 2 തവണ ആക്കിയപ്പോഴും പിണറായി പാർട്ടി സെക്രട്ടറി, രണ്ടാമതാക്കി കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതാ രണ്ടാമത് ഞാൻ മന്ത്രിയായപ്പോഴെന്ന് പറഞ്ഞു. അപ്പോഴാണ് കോടിയേരി സെക്രട്ടറി. അതെ, ആലപ്പുഴ സമ്മേളനം. കറക്റ്റ്. അല്ല, ദേവസ്വം മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. അന്ന് ചില ബ്യൂറോക്രാറ്റ്സിനെതിരെ അങ്ങ് വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും പിന്നെ ചീഫ് സെക്രട്ടറി EK ഭരദ്വാജുമായിട്ട് പരസ്യമായൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുകയും ചെയ്തു. അന്ന് എന്തായിരുന്നു EK ഭരദ്വാജ് വിഷയത്തില് കറപ്ഷൻ ആയിരുന്നു ശരിക്കും ഒരു വിഷയമായിരുന്നു? അല്ല, അയാൾ മിനിസ്റ്റേഴ്സ് പറയുന്നതിനെ മറികടക്കുന്ന ടെൻഡൻസി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ
അദ്ദേഹത്തെപ്പറ്റി എനിക്ക് പലരും വാണിംഗ് തന്നിരുന്നു. പക്ഷേ എൻ്റെ മുറിയിലൊക്കെ അതൊക്കെ വരുമ്പം വലിയ ഭവ്യതയാണ് അദ്ദേഹം. ഇരിക്കത്തില്ല കസേരയിൽ നല്ല തടിയുള്ള ആൾ, ഒരു മൂലയ്ക്ക് ഇരിക്കും. അങ്ങനെ പഴയ നാട്ടുമ്പുറത്തൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട്. നമ്മൾ നേരെ ഇരിക്കാൻ പറയും. സൗഹാർദ്ദമൊക്കെയായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യത്യസ്തപ്പെട്ട നിലപാടെടുത്തു. അതിനെ നമ്മൾ താക്കീത് ചെയ്തു. അത് പറയേണ്ട കാര്യമില്ല, അദ്ദേഹം പോയില്ലേ. ശബരിമല സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നെ വലിയ ചർച്ചയാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് അതൊരു ആചാരത്തിന്റെ ഭാഗമാണ്, അത് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ നടപടിയൊന്നുമല്ല ചോദിക്കുന്നത്, അതിലെന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? കാരണം BS ഗവൺമെന്റ് സമയത്താണ് ഈ 60 വയസ്സിന് മേളിലുള്ളവരെ ആചാരം മാറ്റിയില്ലല്ലോ, കൊണ്ടുവന്നാൽ മതി. അത് മാറ്റിയില്ലല്ലോ, അത് തന്നെ ഓർഡറല്ലേ. അല്ല, അതില് എങ്ങനെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണോ കരുതുന്നത്? അല്ല, അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. അത് ആചാരം കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഇവിടുത്തെ പ്രയോറിറ്റി ഇഷ്യൂ അല്ല. ഉദാഹരണം വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ ഇതുണ്ടല്ലോ, ശ്രീപരമനാഭ ക്ഷേത്രത്തിലെ അവിടുത്തെ നിലവറയിലെ സ്വർണ്ണത്തെപ്പറ്റി. അപ്പോൾ ആ സ്വർണം എടുത്ത് പൊതു താല്പര്യത്തിൽ വിനിയോഗിക്കണം എന്നൊക്കെ പറഞ്ഞൊരു മൂവ്മെൻറ്റ് അവിടുത്തെ ഒരു സംഘടന ഉണ്ടായിരുന്നു ജീവനക്കാരുടെ. അതിൻ്റെ പ്രസിഡന്റ് ചെറുന്നൂർ ശശിധരനായിരുന്നു. അദ്ദേഹം ഇതെല്ലാം എടുത്തിട്ട് നിവേദനമൊക്കെ തന്നു, മുഖ്യമന്ത്രിക്ക് കൊടുത്ത് പരിശോധിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാനേ പറ്റില്ല, ഇടപെടാനേ പറ്റില്ല, ഇടപെടത്തില്ല എന്ന് പറയും. അപ്പം ദേവസ്വം നിയമത്തിൽ, ട്രാവൻകൂർ ദേവസ്വം നിയമമുണ്ടല്ലോ, ആ നിയമത്തിൽ വേറൊരു പ്രത്യേക അധ്യായമുണ്ട് ഈ ടെമ്പിളിന് വേണ്ടി. അത് ഒരു ട്രസ്റ്റാണ്. ഇത്ര കരക്കാരുടെ എന്നൊക്കെ ഒന്ന് പറയുന്നുണ്ട്, അവരുടെ വകയാണ്. അപ്പോൾ അവിടുത്തെ സമ്പത്തെടുക്കാൻ നമുക്ക് അധികാരമില്ല, സർക്കാരിന് യാതൊരു അധികാരമില്ല. അവിടുത്തെ എന്നല്ല, ഒരു ദേവസ്വത്തിലെ ഒരു സ്വത്തും ഗവൺമെൻറ് എടുക്കാൻ പറ്റത്തില്ല, നിയമമില്ലതിന്. ഈ BJPക്കാർ നുണ പറയുക, തൊടാനൊക്കെ തന്നെ ഇവർ പറയത്തില്ല അവിടുത്തെ ഖജനാവിനെ എടുത്ത് കൊടുക്കുക. എവിടുത്തെ കൊടുക്കാനാണ്? പൈസ അങ്ങോട്ട് കൊടുക്കും. പത്മനാഭസ്വാമി വേണ്ട, ശബരിമല അങ്ങോട്ട് കൊടുക്കണം. ചുമ്മാ നുണ പറയുക അവർ, എന്തും പറയുക അവർ. ഞാനിരുന്നപ്പോഴും പറയും, ഞാനതൊക്കെ അപ്പം തന്നെ പറഞ്ഞത് അത് പിന്നെ അവർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും. ഒന്നും ചെയ്യാനൊക്കില്ല. ഒരു ദേവാലയത്തിൻ്റെയും പൈസ ഒരു ഗവൺമെൻറ് എടുക്കാൻ പറ്റില്ല. അതാണ് നിയമം. അങ്ങോട്ട് വേണേൽ കൊടുക്കാം, തൊടാനൊക്കെ. കാരണം നമ്മുടെ ഖജനാവിലേക്ക് അത് വരുത്തില്ലല്ലോ, അത് അവരുടെ പ്രത്യേകതയാണ്. അപ്പോൾ അതിനൊക്കെ ഡിഫെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ശ്രീപരമനാഭ ക്ഷേത്രത്തിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല, നമ്മൾ അതവിടെ നടന്നോളും എന്ന് പറഞ്ഞ് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തും. അത് യൂണിയൻകാരുടെ ഇതായിരുന്നു, സംഘടനക്കാർ. മറ്റു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പൊളിറ്റിക്കൽ വയലൻസ്, ആദ്യത്തെയോ രണ്ടാമത്തെയോ പൊളിറ്റിക്കൽ വയലൻസ് ആണ് അങ്ങയുടെ അനിയൻ തന്നെ കൊല്ലപ്പെട്ട്, ഭുവനേശ്വരൻ കൊല്ലപ്പെട്ടു. അതെ, അധ്യാപകരുടെ മുറിയിൽ. അതെ അതെ അതെ. പൊളിറ്റിക്കൽ വയലൻസ് ഇപ്പോൾ അടുത്തിടയ്ക്ക് ലാസ്റ്റിൽ ഇപ്പോൾ അഭിമന്യു, അത് കഴിഞ്ഞിട്ട് ഇടുക്കിയിലൊരു കൊലപാതകം, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അതിൽ ഞാൻ CPM മാത്രമാണെന്നല്ല പറയുന്നത്. ഒരു വശത്ത് CPM, മറുവശത്ത് RSS അല്ലെങ്കിൽ ലീഗാണ് എല്ലായ്പ്പോഴും പൊളിറ്റിക്കൽ വയലൻസിൽ നിൽക്കുന്നത്. ഇപ്പോഴും കണ്ണൂരൊക്കെ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ വയലൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിൽ CPM-ന് എന്തെങ്കിലും ചെയ്യാനാകില്ല? CPM നിൽക്കേണ്ട സമയമായില്ല? അല്ല, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക തന്നെ വേണം. അത് നമ്മുടെ നല്ല കേഡർമാരുടെ ജീവൻ രക്ഷിക്കാനും ആവശ്യമാണ്. കില്ലിങ്സിലേക്ക് പോകേണ്ട കാര്യം. കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ അടിപൊളിയൊക്കെ അപൂർവമായിട്ട് നടക്കുക, അതൊന്നുമല്ല. ഒരിക്കലും അനിഹിലേറ്റ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല, ആരെയും ചെയ്യാൻ പാടില്ല. ഒരു വിദ്യാലയങ്ങളിലും കൊലപാതകം നടക്കാൻ പാടില്ല. ഭുവനേശ്വരൻ്റെ കോളേജ് അധ്യാപകരുടെ മാത്തമാറ്റിക്സ് അധ്യാപകരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആ മുറിയിലിട്ടാണ് വന്നത്. കാലിൽ പിടിച്ച് ഇടിച്ചിടിച്ചാവുന്നു. അല്ല, ഇങ്ങനെ മുട്ട പൊട്ടി അങ്ങനെ ആയിപ്പോയി, ബോധമില്ലായിപ്പോയി. 18, സെക്കൻഡ് ഇയർ BA ഇക്കണോമിക്സ്. 77 ഡിസംബർ 2 ആക്രമണം, 7 മരിച്ചു. മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്.